പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായം. വൈദ്യനും രോഗശാന്തിയും. വൈദ്യനെ ബഹുമാനിക്കുക, നിനക്ക് അവനെ ആവശ്യമുണ്ട്. കർത്താവ് അവനെ നിയോഗിച്ചത്. വൈദ്യൻ്റെ ജ്ഞാനം അത്യുന്നതങ്ങളിൽ നിന്ന് വരുന്നു. കർത്താവ് അവനെ സമ്മാനിക്കുന്നു. വൈദ്യൻ്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു. മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ഭൂമിയിലുള്ളവർ അവയെ അവഗണിക്കുകയില്ല. അവിടുന്ന് വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് തൻ്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ? മനുഷ്യൻ്റെ അത്ഭുത പ്രവൃത്തികൾ മഹത്വപ്പെടേണ്ടതിന് അവന് ഭൂമിക്ക് മർത്യർക്ക് സിദ്ധികൾ നൽകി. അത് മുഖേന അവൻ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്ത്യമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിക്കുന്നു. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് എന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. സുരഭിലബലിയും സ്മരണാംശവുമായി നേർത്ത മാവും സമർപ്പിക്കുക. കാഴ്ചവസ്തുക്കളിൽ കഴിവിനൊത്ത് എണ്ണ പകരുക. വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക. കർത്താവാണ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്. അവനെക്കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. വിജയം വൈദ്യൻ്റെ കരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട്. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സൃഷ്ടാവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. മരിച്ചവരെ ഓർത്ത് വിലാപം. മകനെ, മരിച്ചവനെ ഓർത്ത് കരയുക. കഠിനവേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുക. അവൻ്റെ മൃതദേഹം സമൃദ്ധമായി സംസ്കരിക്കുക. അതിൽ ഉദാസീനത കാണിക്കരുത്. നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീഷ്ണതയുള്ളതുമായിരിക്കട്ടെ. ആരും അധിക്ഷേപിക്കാതിരിക്കുവാൻ അവൻ്റെ യോഗ്യതയ്ക്കനുസരണം 1-2 ദിവസം ദുഃഖം ആചരിക്കുക. പിന്നെ ആശ്വസിക്കുക. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു. ഹൃദയവേദന ശക്തി കെടുത്തുന്നു. വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല. ദരിദ്രൻ്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ്. നിന്റെ ഹൃദയം ദുഃഖത്തിൽ അധീനമാകരുത്. ജീവിതാന്ത്യമോർത്ത് അതിനെ അകറ്റിക്കളയുക. തിരിച്ചുവരവ് അസാധ്യമെന്ന് ഓർമ്മിക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല. നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. നിന്റെ അവസാനം അനുസ്മരിക്കുക. നിൻ്റേത് അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ. മരിച്ചവർ വിശ്രമിക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ. അവൻ്റെ ആത്മാവ് വേർപെട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക. ജോലിയും ജ്ഞാനവും. പണ്ഡിതൻ്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവന് കാളകളെ തെളിയിക്കുകയും നോക്കുകയും അവയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞാനിയാകും? അവൻ ഒഴിവുചാലുകളെപ്പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. രാവും പകലും അധ്വാനിച്ച് മുദ്ര കുത്തുന്ന കൊത്തുപണിക്കാരനും കരവേല വിദഗ്ധനും അങ്ങനെ തന്നെ. പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നവനും ചൈതന്യമുള്ള ചിത്രങ്ങൾ രുചിക്കുന്നവനും പണിക്കുറവെ തീർക്കുന്നതിലും അവൻ മനസ്സിൽ ഇരുത്തുന്നു. ഉലചിയുതരുന്ന ഇരുമ്പ് പണിക്കാർക്കും അങ്ങനെ തന്നെ. അഗ്നിയിൽ തട്ടി വരുന്ന കാറ്റ് അവൻ്റെ മാംസം ഉരുക്കിക്കളയുന്നു. ഉലയിലെ ചൂടേറ്റ് അവൻ ഇല്ലാതാവുകയാണ്. കൂടമടിക്കുന്ന ശബ്ദമാണ് അവൻ്റെ കാതുകളിൽ. അവൻ്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നു. അവ പണിക്കൂറ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്തശ്രദ്ധുവാണ്. കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ. അവൻ സർവ്വതാ കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു. എണ്ണം നോക്കിയാണ് അവൻ്റെ പ്രയത്നം നിർണ്ണയിക്കുന്നത്. അവൻ കൈകൊണ്ട് കളിമണ്ണ് രൂപം കൊടുക്കുന്നു. കാലുകൊണ്ട് കുഴച്ച് പാകമാക്കുന്നു. മിനുക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു. തീച്ചൂള പ്രവർത്തിക്കുന്നതിനും വൃത്തിയാക്കുന്നതിനും അവൻ ശ്രദ്ധിക്കുന്നു.
ഇവയെല്ലാം കരവിരുതിനെ ആശ്രയിക്കുന്നു. ഓരോരുത്തരും താങ്കളുടെ തൊഴിൽ സമർത്ഥമാണ്. അവരെ കൂടാതെ നഗരം പണിയാനാകുകയില്ല. ആളുകൾക്കിടയിൽ വരുന്നതിനോ താമസിക്കുന്നതിനോ സാധ്യമായിരിക്കുകയില്ല. എങ്കിലും പൗരസമിതികളിലേക്ക് അവൻ വിളിക്കപ്പെടുന്നില്ല. പൊതുസഭകളിൽ അവന് പ്രാമുഖ്യമില്ല. ന്യായാസനത്തിൽ അവൻ ഇരിക്കുന്നില്ല. വിധി പ്രസ്താവം അവൻ ആഗ്രഹിക്കുന്നില്ല. അനുശാസനമോ വിധി പ്രസ്താവനമോ വ്യാഖ്യാനിക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല. ആപ്തവാക്യങ്ങൾ അവർ പ്രയോഗിക്കുന്നില്ല. എന്നാൽ ലോകത്തിൻ്റെ ഘടന അവർ നിലനിർത്തുന്നു. തങ്ങളുടെ തൊഴിലിനെക്കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.